വിഷമിക്കരുത്. അമ്മ ജീവചവമായിട്ടാണ് ഇവിടെ കിടക്കുന്നതെങ്കിലും ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അമ്മ മനസ്സിലാക്കുന്നുണ്ട്. ആ മനസ്സ് പറയുന്നുണ്ട്, മോനെ മാധവ, നീ ചന്ദ്രയെ വിളിച്ചോണ്ട് ഈ നശിച്ച വീട്ടിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ പോകാം മാധവേട്ട. ഈ നശിച്ച വീട്ടിൽ നിന്ന് നമുക്ക് പോകാം. മാധവേട്ടൻ അമ്മയുടെ അനുഗ്രഹം വാങ്ങ്. നാലുമണിപ്പൂവേ പൂവിനമ്മ പ്രാവേ നാടുവിട്ട് കൂടുവിട്ട് പോകുന്നു. നോവെരിഞ്ഞു തീരാ നെഞ്ചകത്തിലേതോ തീക്കനലൊന്നൂതിയൂതി നീറുന്നു. മാധവേട്ട, നമ്മൾ ഇത്രയും കാലം നമ്മുടെ മക്കളോടൊപ്പം താമസിച്ച് ഈ വീട് വിട്ട് നമ്മൾ ഇറങ്ങാം. നന്ദിയില്ലാത്ത മക്കളോടൊപ്പം കഴിയുന്നതിലും നല്ലത് അതല്ലേ ചന്ദ്രികെ? അവർക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അവരവരുടെ ജീവിതം. പക്ഷെ നമ്മൾ ജീവിച്ചത് നമുക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രമാ. അതെന്നെങ്കിലും അവര് മനസ്സിലാക്കും. ഇപ്പൊ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ എപ്പോ മനസ്സിലാക്കാനാ? വേണ്ട ചന്ദ്രു, നമുക്കിനിയെങ്കിലും നമുക്ക് വേണ്ടി ജീവിക്കണം. ഇവിടെ നിന്നാ നമ്മളെ രണ്ടുപേരെയും രണ്ട് പാത്രമാക്കും പ്രകാശനും മനോജും. ഒരിക്കലാക്കിയതല്ലേ, അത് നീ മറന്നു? ഇല്ല മാധവേട്ട, മാധവേട്ടന്റെ തീരുമാനങ്ങളാ ഈ ചന്ദ്രികയ്ക്ക് ശരി. അത് മാത്രമേ ഉള്ളൂ ശരി. എങ്കിൽ നമുക്കിവിടുന്ന് ഇറങ്ങാം. അവരായി അവരുടെ പാടായി. മനുഷ്യന് ഇത്രയ്ക്ക് അഹങ്കാരവും അസൂയയും പാടില്ല. ഈ കുടുംബത്തിലെ ചെലവുകൾ കഴിഞ്ഞു പോകുന്നതേ പ്രകാശന്റെ പോക്കറ്റിലെ പണം കൊണ്ടാണെന്നുള്ള ബോധെങ്കിലും വേണ്ടേ? അച്ഛനും അമ്മയും എത്ര കാലമായി മാനത്തെ കൊട്ടാരം സ്വന്തമായിട്ടുണ്ടാക്കുന്നും പറഞ്ഞ് വീമ്പളക്കി നടക്കുന്നു. കൊട്ടാരം പോയിട്ട് ഒരു കുടിലെങ്കിലും വെച്ച് കെട്ടാൻ കഴിഞ്ഞോ? കോടീശ്വരനായ കുറുപ്പിന്റെ മകനാണ് വന്ദനയുടെ ഭർത്താവെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഭാര്യയുമായിട്ട് ചുരുട് കിടക്കാൻ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാൻ കഴിഞ്ഞോ അവന്? പിന്നെ ഹരിതയുടെ മനോജിന്റെ കാര്യം, അവര് താമസിക്കുന്നത് കുറുപ്പ് ഏർപ്പെടുത്തി കൊടുത്ത ഒരു വീട്ടിലാ. അഭിമാനത്തോടെ അത് മനോജിന്റെ സ്വന്തം വീടാണെന്ന് പറയാൻ കഴിയില്ല. ഇവരെയൊക്കെ മറികടന്നുകൊണ്ടാ സ്വന്തം പോക്കറ്റിലെ പണം കൊണ്ട് ഈ പ്രകാശൻ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. മാധവന്റെ കുടുംബത്തില് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള ഒരേയൊരു കുടുംബാംഗം
ഈ പ്രകാശനാണെന്ന് തെളിയിച്ചിരിക്കുക. ഞാൻ പറയുന്നതിന്റെ അസൂയയും ചുരുക്ക ജഗനും വന്ദനയ്ക്കൊക്കെ. പ്രകാശന് പറയാനുള്ളത് കേൾക്കാൻ കൂട്ടാക്കാതെ പ്രകാശനെ തീർത്തും അവഗണിച്ച് തോൽപ്പിക്കാനായിരിക്കും നിന്റെ വിചാരം. സുമിത്രേ, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? ഇല്ല, എനിക്കതിന് സമയമില്ല, താല്പര്യമില്ല. ഉണ്ടാവണം. ഭർത്താവ് പറയുന്നതേ കേൾക്കാനും അനുസരിക്കാനുള്ള സമയവും സൗകര്യവും നിനക്കുണ്ടാവണമെന്ന്. മറ്റുള്ളവരുടെ ആട്ടുത്തുപ്പും കേൾക്കുന്നതും സഹിക്കുന്നതേ നിനക്കും നമ്മുടെ മോനും വേണ്ടിയാ. ഈ കുടുംബത്തിൽ ആദ്യമായി സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുന്ന മരുമകളാ നീ. ആ അഭിമാനത്തോടെ തലയുയർത്തി നടക്കേണ്ട ആളാ നീ. അല്ലാതെ ഭർത്താവിനോട് മുഖം വീർപ്പിക്കല്ല വേണ്ടത്. ഒരു മാതൃകാ കുടുംബത്തിന് യോജിച്ച ഭാര്യയാവാൻ നോക്ക് നീ. മാതൃകാ കുടുംബ ബന്ധം നിങ്ങളും ഒത്തോ? ഛേ, ഒരു ദാമ്പത്യ ബന്ധത്തിലെ കെട്ടുറപ്പിന് വേണ്ട പ്രധാന കണ്ണി പരസ്പര വിശ്വാസം. സ്വന്തം അച്ഛനമ്മമാരെ വിഴുപ്പ് ഭാണ്ഡം പോലെ വലിച്ചെറിഞ്ഞ മനുഷ്യനെ എങ്ങനെ വിശ്വസിക്കാനാ? നാളെ ഒരു കാലത്ത് എനിക്കും എന്റെ മോനും അതേ അനുഭവം ഉണ്ടാവില്ലെന്ന് എന്താ ഉറപ്പ്? ജന്മം നൽകിയവരെക്കാൾ വലിയ ബന്ധമൊന്നും ഈ ഭൂമിയിലില്ല. എനിക്ക് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു.